എൻ്റെ തടി കൂടിയിട്ടാണ് അല്ലെങ്കിൽ ട്രെയിനിൻ്റെ ലോവർ സീറ്റിൻ്റെ തടി കുറഞ്ഞു പോയോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഗുങ്കുവിനെയും കൊണ്ട് അവിടെ കിടക്കാൻ ഭയങ്കര ടാസ്ക് ആയിരുന്നു. പക്ഷേ ഞാൻ അത് ചെയ്തു ഗൈസ്. ഞാൻ കുത്തി നിറച്ച് കൊണ്ടു. അങ്ങനെ ഞങ്ങൾ ഒരു സ്ഥലത്തേക്ക് പോവാണ്. ബൈ ട്രെയിനിൽ ഞാനും ഗുങ്കു ആദ്യമായിട്ട് ട്രെയിനിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പോവാണ്. ഒരു സ്ഥലത്തേക്ക് പോയിട്ട് സ്ഥലം എവിടെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ ഞങ്ങളെ കൂട്ടാൻ വേണ്ടി മാമനും മാമിയും വന്നിട്ട് മാമൻ്റെ ഓട്ടോയിലാണ് ഞാൻ പോകുന്നത് സ്റ്റേഷനിലേക്ക്. ആൻഡ് ഓൾസോ ഗൈസ് ഞാൻ ഭയങ്കര റിസ്ക് ആയിട്ടുള്ളൊരു കാര്യം എടുക്കുന്നത്. ബിക്കോസ് ഗുങ്കുവിന് 102 ടെമ്പറേച്ചർ പനി ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു പനിയും കൊണ്ട് എന്തിനാണ് അവനെ പോകുന്നത് എന്നുള്ളത്. പക്ഷേ എനിക്ക് ഉറപ്പാണ് അവന് എന്തായാലും അവിടെ എത്തിയാൽ ഓക്കെ ആവും, അവൻ ഓൾറൈറ്റ് ആവുന്നത്. ബിക്കോസ് ഐ ഡോണ്ട് വോണ്ട് ടു മിസ് ദോസ് അവന് വരാൻ നിൽക്കുന്ന മെമ്മറീസ് അവന് മിസ് ചെയ്യേണ്ടെന്ന് വെച്ച് ഞാൻ അവനെ റിസ്ക് എടുത്ത് ഞാൻ തന്നെ കൊണ്ടുപോവാണ്. ആൻഡ് അവന് എനിക്ക് ഉറപ്പാണ് അവൻ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുക. അവനെ ഭയങ്കര എക്സൈറ്റഡ് ആണ്, ഞാനും എക്സൈറ്റഡ് ആണ്. എന്തായാലും തിരൂർ വരെയാണ് ഞങ്ങൾ ഒറ്റയ്ക്ക് പോകുന്നത്. തിരൂർ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ ജോയിൻ ചെയ്തു ഞങ്ങളുടെ കൂടെ. അമ്മ എന്താ പറയുക ഡിന്നറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളൊക്കെ കഴിച്ച് ഞങ്ങൾ കിടന്നുറങ്ങുകയാണ്, വിളിച്ച് ഉറങ്ങിക്കഴിഞ്ഞു. ആൻഡ് ഗായ്സ് ഇപ്രാവശ്യം ഞങ്ങളിതാ ചേച്ചീനെ ഫ്ലാറ്റ് കാണാൻ പോവാണ്. ഞങ്ങൾ പിക്ക് ചെയ്യാൻ കണ്ണേട്ടം വന്നിട്ടുണ്ട്. എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ദെൻ ബൈ.